അയാൾ അങ്ങനെ രാധികനെ അങ്ങനെ നേരിട്ട് കാണിച്ചു കൊടുക്കുകയാണ് ശ്യാമക്ക്. അതും സൂര്യൻ വരണം കൂടിയിട്ട് അവർ ആ കാറിൻ്റെ അടുത്ത് ഇരുന്നിട്ട് ഇങ്ങനെ രാധികനെയും കാത്തിരിക്കുകയാണ്. അപ്പോൾ രാധിക ഈ ശ്യാമനെ കണ്ടിട്ട് നേരെ ഓടി വരുന്ന സമയത്താണ് ആ ഗുണ്ടകളെല്ലാവരും കൂടിയിട്ട് അവരുടെ ആ കാറിന് ചുറ്റും അങ്ങ് റൗണ്ട് ചെയ്യുന്നത്. ആ ഒരു കാഴ്ച കണ്ടിട്ട് രാധിക ഒന്ന് സ്റ്റക്കായി നിൽക്കുകയാണ്. വീണ്ടും അവളുടെ അമ്മനെ തട്ടിക്കൊണ്ട് പോകാനുള്ള പ്രശ്നങ്ങളൊക്കെ വരികയാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവളാകെ ഷോക്കായിട്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഗുണ്ടകൾ എല്ലാവരും കൂടി അങ്ങ് പുറത്തിറങ്ങുകയാണ്. ആ സമയത്ത് വരുണും സൂര്യയും കൂടിയിട്ട് ഈ ശ്യാമനെയും അമൃതേടത്തിനെയും കൂടിയിട്ട് ആ കാറിൻ്റെ അകത്തേക്ക് തന്നെ ഇരുത്താണ്. കാരണം പുറത്ത് നിന്നാൽ ഇനി ഇവിടെ പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇവരെന്തായാലും ഇവരെ തട്ടിക്കൊണ്ട് പോകാൻ വന്ന ഒരാൾക്കാരാണ് എന്നുള്ള കാര്യം ഇവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇവർ പെട്ടെന്ന് തന്നെ ഇവർ രണ്ടുപേരെയും കാറിലേക്ക് അങ്ങ് കയറ്റിയിട്ടാണ്. കാറിൽ കയറ്റിയിരുന്നിട്ട് ഈ ഗുണ്ടകളുടെ അടുത്തേക്ക് വന്നിട്ട് അങ്ങ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൂര്യൻ വരുണും മാത്രമാണ് ഇവരുടെ സൈഡിലില്ലെങ്കിലും ഒരുപാട് ഗുണ്ടകൾ അപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിലുണ്ട്. അപ്പോൾ ഇവർ നന്നായിട്ട് അങ്ങ് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയെങ്കിലും ശ്യാമനെ വീണ്ടും ഒന്ന് രക്ഷിക്കണം എന്നുള്ളൊരു മൈൻഡിലാണ് ഇവരെന്തായാലും ഫൈറ്റ് ചെയ്യുന്നത്. ആ ഫൈറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിലേക്ക് ഒരു ഗുണ്ട വന്നിട്ട് നമ്മുടെ രാധികയുടെ കഴുത്തിൻ്റെ പിറകിൽ അങ്ങ് കത്തി വെക്കുകയാണ്. ആ ഒരു കാഴ്ച കണ്ടിട്ട് ആകെ ഷോക്കായിരിക്കുകയാണ് ശ്യാമ ആ കാറിൻ്റെ അകത്ത് നിന്നിട്ട്. അപ്പോൾ അവൾ ആ ഒരു കാഴ്ച കണ്ടിട്ട് പെട്ടെന്ന് തന്നെ കാറിൻ്റെ പുറത്തേക്ക് നിന്നിട്ട് വരുണിനോട് പറയുന്നുണ്ട്, വരുണ് എൻ്റെ മകൾക്കൊന്നും പറ്റരുത്, അവളെ പെട്ടെന്ന് രക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളിങ്ങനെ വെപ്രാളം കൂട്ടുകയാണ് ഈ ശ്യാമ. അപ്പോൾ ആ ഒരു കാര്യം കണ്ടപ്പോൾ പിന്നെ വരുണ് പെട്ടെന്ന് തന്നെ അവരെ കാറിൻ്റെ അകത്തേക്ക് തന്നെ ഇരുത്താണ്. നിങ്ങൾ അവിടെ ഇരുന്നോളൂ, ഞാൻ എത്രയായാലും പെട്ടെന്ന് തന്നെ രക്ഷിക്കുക എന്നുള്ള ഒരു മട്ടിൽ അവരകത്തേക്ക് കയറ്റിയിട്ട് വേഗം ഈ രാധികനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ സൂര്യൻ വരുണും കൂടിയിട്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് ഗുണ്ടകൾ അവരെ തടസ്സം നിൽക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ ഫൈറ്റ് ചെയ്ത് മാറ്റുന്നതിൻ്റെ ഇടയിൽ ഇവരുടെ അടുത്തേക്ക് അങ്ങ് വെക്കുന്ന സമയത്ത് രാധിക അവളുടെ ആ ഒരു സ്വന്തം ധൈര്യം ഉപയോഗിച്ചിട്ട് ആ കത്തി പിടിച്ച് അയാളുടെ കൈ പിടിച്ച് അങ്ങ് തിരിച്ച് അയാളുടെ കാലിലൊരു ചവിട്ടും കൊടുക്കാൻ. അപ്പോൾ ആ ഒരു അടി കൊണ്ട സമയത്ത് ആ ഗുണ്ട അങ്ങ് താഴെ വീഴുന്നുണ്ട്. അപ്പോൾ രാധിക സ്വന്തം തന്നെ അവളെ അങ്ങ് രക്ഷിച്ചിരിക്കുകയാണ്. ഇവരുടെ സഹായം അല്ലാതെ തന്നെ അവളുടെ ആ ഒരു രക്ഷാപ്രവർത്തനം അവൾ തന്നെ അങ്ങ് കൈകാര്യം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇവർ വീണ്ടും ആ മറ്റുള്ള ഗുണ്ടകളൊക്കെ അടിച്ചു ഓടിക്കുകയാണ്. ഒരുപാട് ഗുണ്ടകളുണ്ട്. അപ്പോൾ ഒരുപാട് ഗുണ്ടകളെ ഇവർ രണ്ടുപേരും മാത്രമായിട്ട് അങ്ങ് അടിച്ചു ഓടിക്കുന്നുണ്ട്. സൂര്യയുടെ വരുണിൻ്റെ മുന്നിൽ പിന്നെ ആ ഗുണ്ടകൾക്കൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അവരെല്ലാവരും കൂടി അവിടെ നിന്ന് അങ്ങ് ഓടി രക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ സൂര്യൻ വരുണും കൂടിയിട്ട് ആകെ ആശ്വാസം വരികയാണ്. കാരണം ഇത്രയും വലിയ ഗുണ്ടകളൊക്കെ എന്തായാലും ഒഴിഞ്ഞു പോയല്ല എന്നുള്ള സമാധാനത്തിൽ സൂര്യൻ വരുണും രാധികയും കൂടിയിട്ട് ഒരു സമാധാനത്തിൽ അങ്ങനെ ആ വണ്ടിയുടെ അടുത്തേക്ക് അങ്ങ് നടന്ന് പോകാൻ നിൽക്കുന്ന സമയത്തുണ്ടാകും കുറച്ച് ഗുണ്ടകൾ വണ്ടി അങ്ങ് സ്റ്റാർട്ടാക്കി പോകുന്നത് ഒരു കാഴ്ച കാണുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ച കാണുമ്പോൾ ഇവർക്ക് ഇങ്ങനെ ചെറിയൊരു സംശയം വരികയാണ്. അവരിനി ശ്യാമനെ അമൃതേനെയും കൊണ്ട് പോയോ എന്നുള്ള ഒരു പേടി അവർക്ക് അങ്ങ് പെട്ടെന്ന് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ച കണ്ടപ്പോൾ അവർ പെട്ടെന്ന് തന്നെ കാറിൻ്റെ അടുത്തേക്ക് അങ്ങ് ഓടുന്നുണ്ട്. അപ്പോൾ ഓടിപ്പോയി അവരുടെ കാറിൽ അങ്ങ് നോക്കുന്ന സമയത്ത് കാറിൽ ആരും തന്നെ ഇല്ല. ശ്യാമനെ ഈ അമൃതേടത്തിനെയും കൂടിയിട്ട് ആ ഗുണ്ടകൾ അവരുടെ കാറിലേക്ക് അങ്ങ് ആക്കിയിട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാഴ്ച കണ്ടപ്പോൾ പിന്നെ രാധിക വീണ്ടും അങ്ങ് ഷോക്കാവാണ്. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് അമ്മനെ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു നേരിട്ടെന്ന് കണ്ട് ആ കാഴ്ച മാത്രം തന്നെ ഉള്ളൂ. അപ്പോഴേക്കും വീണ്ടും ആ ഗുണ്ടകൾ അങ്ങ് തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഷോക്കിൽ അവളങ്ങ് കരയുന്നും അവൾക്ക് അങ്ങ് വെപ്രാളം വരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സൂര്യൻ വരുന്ന പെട്ടെന്ന് തന്നെ കാർ എടുത്ത് പോകാൻ നിൽക്കുന്ന സമയത്ത് കാറിൻ്റെ കീ ഒന്നും കാണുന്നില്ല. അവർ പെട്ടെന്ന് തന്നെ ആ വണ്ടിയുടെ പിറകിൽ അങ്ങ് വെച്ച് പിടിക്കുകയാണ്. അവർ ഒരുപാട് നേരം കുറച്ചങ്ങ് ഓടുകയാണ്. പക്ഷേ ആ കാറായതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് അങ്ങ് സങ്കടപ്പെടുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഓട്ടത്തിൻ്റെ ഇടയിലാണെങ്കിൽ രാധിക അവിടെ അങ്ങ് മറിഞ്ഞ് വീഴുന്നൊക്കെ ഉണ്ട്. അവൾ റോഡിൽ കിടന്ന് അങ്ങ് കരയാണ്. അവൾ പൊട്ടി അങ്ങ് കരയുന്നുണ്ട്, അമ്മ എന്നൊക്കെ വിളിച്ചിട്ട്. കാരണം വീണ്ടും അങ്ങനെ അമ്മനെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സൂര്യൻ വരുന്നു പെട്ടെന്ന് തന്നെ അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവളങ്ങനെ ആശ്വസിപ്പിക്കുന്നതൊക്കെയുണ്ട്. പിന്നെ കണിമംഗലത്താണെങ്കിൽ സൂര്യ വന്നിട്ട് അവളുടെ മുത്തശ്ശനോടും അമ്മനോടും അച്ഛനോടൊക്കെ കാര്യങ്ങളൊക്കെ പറയാണ്. ഇതുവരെ നടന്ന സംഭവങ്ങളും ഈ ശ്യാമനെ വീണ്ടും ജീവനോടെ കിട്ടിയ കാര്യവും വീണ്ടും ആ ഗുണ്ടകൾ വന്ന് തട്ടിക്കൊണ്ട് പോയ കാര്യവും എല്ലാം അങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ ഈ ജയഭാരതി മുത്തശ്ശി പറയുന്നുണ്ട്, എന്നാലും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം നമ്മൾ മരിച്ചു എന്ന് വിചാരിച്ച ഒരാളെ തന്നെ നമുക്ക് വീണ്ടും തിരിച്ച് കിട്ടിയത് അവർ വീണ്ടും നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, പക്ഷേ ആ ഗുണ്ടകൾ ഞങ്ങളെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ പോലീസിൻ്റെ ഒരു അകമ്പടിയോടെ കൂടി തന്നെ നമുക്ക് ശ്യാമനെ വീട്ടിലെത്തിക്കാമായിരുന്നു. പക്ഷേ നമ്മൾ അതൊന്നും ചെയ്തില്ല. കാരണം ആ ഗുണ്ടകളുടെ അവസാനം കഴിഞ്ഞു എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ സമാധാനപ്പെട്ട് നിൽക്കായിരുന്നു. പക്ഷേ ആ ഗുണ്ടകൾ നമ്മളെ ഫോളോ ചെയ്ത് അപ്പോൾ തന്നെ ആ ഗുണ്ടകൾ നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഈ സൂര്യ പറയുന്നുണ്ട്. ആ സമയത്ത് ജയഭാരതി മുത്തശ്ശി അറിയുന്നുണ്ട്, അപ്പോൾ ഏറ്റവും കൂടുതൽ നഷ്ടം വന്നത് ആർക്കാണ്? നമ്മൾക്കാണ് നഷ്ടം വന്നത്. കാരണം എങ്ങാനും ശ്യാമ രക്ഷപ്പെട്ട് ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ നമ്മളെ സഹായിക്കുമായിരുന്നില്ലേ? പക്ഷേ ആരോ ഒരാൾ നമ്മളെ സഹായിക്കരുത് എന്ന് ചിന്തിക്കുന്നുണ്ട്. നമുക്കൊരു സഹായം കിട്ടരുത്, നമ്മൾ ഈ അവസ്ഥയിൽ തന്നെ തുടരണം എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് ഈ ശ്യാമനെ തട്ടിക്കൊണ്ട് പോയത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. പത്മിനി ഇങ്ങനെ ചെറിയൊരു സംശയം പറയുകയാണ്, അമ്മ എന്താ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഇനി ചന്ദ്രശേഖരനാണോ ഇതിൻ്റെ പിന്നിൽ എന്നുള്ളൊരു ചെറിയൊരു സംശയമാണ് അവർക്ക് വരുന്നത്. അപ്പോൾ ജയഭാരതി മുത്തശ്ശി പറയുന്നുണ്ട്, എനിക്ക് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട്. കാരണം നമ്മൾ രക്ഷപ്പെടരുത് എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും വേണമെങ്കിൽ ശ്യാമനെ ഇങ്ങനെ തട്ടിക്കൊണ്ട് പോകുന്നത് എന്നുള്ള ഒരു സംശയം ജയഭാരതി മുത്തശ്ശി അങ്ങ് പറയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പത്മിനി പറയുന്നുണ്ട്, എന്തായാലും ചീതയൊതുക്കി കത്തിച്ച് കളഞ്ഞ ഒരാളാണ് നമുക്ക് തിരിച്ചു വന്നിരിക്കുന്നത്. പക്ഷേ വീണ്ടും ഇങ്ങനെയൊക്കെ ഒരു സംഭവിച്ചു പോയല്ലേ എന്നൊക്കെ വിചാരിച്ച് ഇവർ ഭയങ്കരമായിട്ട് നിരാശരായി നിൽക്കുകയാണ്. പിന്നെ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് ഈ ആറ്റുവാശ്ശേരിയിൽ നമ്മുടെ രാധിക ഈ
അവളുടെ ആ ഒരു പൂജാമുറിയിൽ പോയിട്ട് അങ്ങ് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. എനിക്ക് എൻ്റെ അമ്മനെ തിരിച്ചു വേണം. ഒരു വട്ടം ഞാൻ മരിച്ചു എന്ന് വിചാരിച്ച് എൻ്റെ അമ്മനെയാണ് ദൈവം എനിക്ക് തിരിച്ചു തന്നത്. പക്ഷേ അതേപോലെ തന്നെ അത് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഇനി എനിക്ക് തളർന്ന് നിൽക്കാൻ കഴിയില്ല. എനിക്ക് തളർന്നാൽ എൻ്റെ ചുറ്റും ഒരുപാട് എന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെല്ലാവരും കൂടി ഞാൻ തളർന്നു പോകുന്ന ആളുകളാണ്. അതുകൊണ്ട് ഇനി അവരെയും കൂടി തളർത്താൻ എനിക്ക് വയ്യ. ഞാൻ ഒരിക്കലും ഇനി തളർന്നു പോകില്ല. ഞാൻ എന്തായാലും സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കും. എങ്ങനെയെങ്കിലുമൊക്കെ പൊരുതി വിജയിക്കുക തന്നെ ചെയ്യും ഞാൻ എന്നൊക്കെ ഇങ്ങനെ ഇവൾ സ്വയം ഒരു കോൺഫിഡൻസ് അങ്ങ് വരുത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിൽ അവൾ പെട്ടെന്ന് തന്നെ വരുണിൻ്റെ അടുത്തേക്ക് പോകണം. വരുണാണെങ്കിൽ അവിടെ റൂമിൽ ഭയങ്കര ഡെസ്പായിട്ട് അങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവളും വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ വരുണേ ഒരു ഉഷാറില്ലാതെ അവിടെ ഇങ്ങനെ നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവനൊന്നും ഇങ്ങനെ മിണ്ടുന്നൊന്നുമില്ല. അപ്പോൾ ഒന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ അവൻ ആ ഒരു ടെൻഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ രാധിക പറയുന്നുണ്ട്, അല്ല ഇന്നലെ ഉറക്കത്തിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നല്ലോ, മുത്തശ്ശിനെയും അമ്മേനെയും അച്ഛനെയും ഒക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് എന്തൊക്കെയാണ് അവരെ ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ ഇവളങ്ങ് അവനോട് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എന്തായാലും സ്വപ്നത്തിലെങ്കിലും അങ്ങനെയൊക്കെ ഒന്നും നടന്നല്ലേ, യഥാർത്ഥത്തിൽ ഒരിക്കലും ഞാൻ ഒന്നും നടക്കില്ല, അവരൊന്നും ആശ്വസിപ്പിക്കാൻ എനിക്ക് കഴിയില്ല എന്നുള്ളൊരു കാര്യം അങ്ങനെ അവൻ പറയാണ്. അപ്പോൾ രാധിക അവനെ അങ്ങ് ഷൗട്ട് ചെയ്യുന്നുണ്ട്, എന്താ വരുന്നത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, നമ്മൾ ഒരിക്കലും അങ്ങനെ തളർന്നു പോരുത്, നമ്മൾ ഒറ്റക്ക് പൊരുതി വിജയിക്കണം, നമ്മൾ എന്തായാലും എല്ലാം നഷ്ടപ്പെട്ടാൽ തിരിച്ചു പിടിക്കണം, അതിനിങ്ങനെ തളരരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവളെ അങ്ങ് ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ വീട്ടിൽ ആരോ കോളിംഗ് ബെൽ അടിക്കുകയാണ്. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ വീടിൻ്റെ വാതിൽ അങ്ങ് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ തന്നെ ചെന്ന കാഴ്ച കാണുന്നത് തന്നെ നമ്മുടെ ആരതിയാണ്. ആരതി അവളെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ആരതിനെ കണ്ട സമയത്ത് തന്നെ രാധിക പെട്ടെന്ന് തന്നെ ഓടിപ്പോയിട്ട് അവളെ അങ്ങ് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആരതി ചോദിക്കുന്നുണ്ട്, അല്ല ഇവിടെയുള്ള സംഭവങ്ങളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു, ഞാനൊരു യൂറോപ്യൻ ട്രിപ്പിലായിരുന്നു, അതുകൊണ്ടായിരുന്നു ഞാൻ ഇവിടെയുള്ള സംഭവങ്ങളൊന്നും അറിയാത്തത്, ഞാനിപ്പോഴാണ് കാര്യങ്ങളൊക്കെ അറിഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ രാധിക പറയുന്നുണ്ട്, എല്ലാം നഷ്ടപ്പെട്ടു എന്നൊക്കെ ഇങ്ങനെ അവളിങ്ങനെ സങ്കടപ്പെട്ട് പറയാണ്. അപ്പോൾ രാധികനോട് ഈ ആരതി പറയുന്നുണ്ട്, നീ അങ്ങനെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, എന്തായാലും അമ്മനെ ജീവനോട് തിരിച്ചു കിട്ടിയ കാര്യം നഷ്ടങ്ങൾ ഇവിടെ ഞാൻ അവിടെ യൂറോപ്പിലിരുന്നപ്പോൾ ഞാൻ ചിന്തിച്ചിരുന്നത് എല്ലാ പ്രശ്നങ്ങളൊക്കെ ഇവിടെ പെട്ടെന്ന് തീർന്നിട്ടുണ്ടാകും എന്നുള്ളൊരു സമാധാനത്തിലായിരുന്നു. പക്ഷേ ഞാനിവിടെ നാട്ടിൽ വന്നപ്പോഴാണ് വരുണും രാധിക ഇങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന സംഭവം, ശ്യാമയുടെ നഷ്ടം, അതുപോലെ കണിമംഗലത്തിൻ്റെ നഷ്ടം, എല്ലാ നഷ്ടങ്ങളും ഞാൻ അറിയുന്നത്. എന്തായാലും വരുൺ എവിടെ എന്നൊക്കെ ഇങ്ങനെ അവനോട് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, വരുണകത്തുണ്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വരുണിൻ്റെ അടുത്തേക്ക് ഇവളെയും കൂട്ടി അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ ഈ രാധിക ഈ വരുണിനെ അങ്ങ് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആരതി ഇങ്ങനെ വരുണിനോട് പറയുന്നുണ്ട്, വരുണ് ഇങ്ങനെ തളർന്നു പോകരുത്, നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കണം, ഞാനാണെങ്കിൽ ഒരു യൂറോപ്യൻ ട്രിപ്പിലായിരുന്നു, അതുകൊണ്ട് എനിക്കിവിടെ നടന്ന സംഭവങ്ങളൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം അവനോട് അങ്ങ് പറയാണ്. അപ്പോൾ വരുണ് പറയുന്നുണ്ട്, നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു, ഇനി നഷ്ടപ്പെടാനൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ ഇവന് ആ ഒരു തളർച്ചയോടെ അങ്ങ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആരതിയും അവനെ ചൂടാവുന്നുണ്ട്, നീ എന്തിനെങ്ങനെ തളർന്നു എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നത്, അതൊന്നും പൊരുതി വിജയിക്കണം വേണ്ടത്, നമ്മൾ ഒരു സഹായം ഇല്ലാതെ നമ്മൾ ഒറ്റക്ക് തന്നെ പൊരുതി വിജയിക്കണം, അപ്പോഴാണ് നമ്മൾക്ക് നഷ്ടങ്ങളെല്ലാം തിരിച്ചു പിടിക്കാൻ കഴിയുന്നത്. നീ തന്നെ ഇങ്ങനെ തളർന്നാലോ, എന്തായാലും നിൻ്റെ ബിസിനസ് കാര്യങ്ങളൊക്കെ എന്തായി, നീ ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വിട്, നീ നിൻ്റെ ഭാവിയെക്കുറിച്ച് അങ്ങ് ചിന്തിക്ക്, നിൻ്റെ ഭാവിയിൽ നീ എന്താ ചെയ്യാൻ പോകുന്നത്, നീ എന്തെങ്കിലും ബിസിനസ് എന്തെങ്കിലും തുടങ്ങുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണേ. അപ്പോൾ ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ വരുണ് പറയുന്നുണ്ടെങ്കിലും ഈ രാധിക പറയുന്നുണ്ട്, ഞങ്ങൾ US പോകാൻ വേണ്ടിയിട്ടൊന്ന് ട്രൈ ചെയ്തതാണ്, പക്ഷേ അതും പാളിപ്പോയി എന്നൊക്കെ ഇങ്ങനെ ഇവളോട് പറയാണ്. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, എന്തായാലും ബിസിനസ് തുടങ്ങാൻ ചെറിയൊരു എമൗണ്ടൊക്കെ എനിക്ക് ഒപ്പിക്കാൻ കഴിയും, എൻ്റെ കയ്യിലും കുറച്ച് പൈസയൊക്കെ ഉണ്ട്, ഞാൻ അതൊക്കെ തട്ടിയെടുത്തിട്ട് നിങ്ങൾക്ക് തരാം, നീ അതുകൊണ്ട് ഒരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തേക്ക്, അപ്പോൾ അതിന് പിന്നീട് എനിക്ക് അതിൻ്റെ ആ ഒരു പൈസ തിരിച്ച് തന്നാൽ മതി, നീ ഇപ്പോൾ ആ പൈസ ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യുക എന്നൊക്കെ ഈ വരുണിനോട് പറയണം. അപ്പോൾ വരുണ് പറയുന്നുണ്ട്, ആരതി നിൻ്റെ ഈ വിശാലമായ മനസ്സിന് തന്നെ വലിയ നന്ദി, പക്ഷേ ആ പൈസ എനിക്ക് വേണ്ട, സാമ്പത്തികമായിട്ടുള്ള സഹായം എന്തായാലും എനിക്ക് വേണ്ട, അല്ലാതെ തന്നെ ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട് നീ, അതുകൊണ്ട് തന്നെ സാമ്പത്തിക സഹായം എനിക്ക് സ്വീകരിക്കാൻ കഴിയില്ല, അത് ഞാൻ ചെയ്യില്ല, അതെനിക്ക് വേണ്ട, ആ പണം ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഞാൻ പൊരുതി വിജയിച്ചോളാം എന്നുള്ളൊരു കാര്യം അവൻ തന്നെ പറയാണ്. അപ്പോൾ ഇവൾ വീണ്ടും ഇങ്ങനെ നിർബന്ധിപ്പിക്കുന്നുണ്ട്, ആ പൈസ ഒന്ന് തിരിച്ച് നീ സ്വീകരിക്കുക, ഈ ഒരു സമയത്ത് നീ സ്വീകരിച്ചാലേ അതുകൊണ്ട് ബിസിനസ് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് രക്ഷപ്പെട്ടിട്ട് വീണ്ടും എനിക്ക് ആ പൈസ തിരിച്ച് തന്നാൽ മതിയല്ലോ, കാരണം എൻ്റെ അടുത്തുണ്ട് ഇങ്ങനെ ഒപ്പിക്കാനൊക്കെ ചില പൈസകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ എടുത്ത് വെച്ച പൈസകളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാനത് തരാം എന്നൊക്കെ പറയുന്നതുണ്ടെങ്കിലും അവരത് നിഷേധിക്കുന്നുണ്ട്. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, ഇനി എന്തായാലും തുടക്കത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് തളർന്നിരിക്കരുത്, എല്ലാം നമുക്ക് തിരിച്ചു പിടിക്കണം, അതുകൊണ്ട് ഇനി എന്തായാലും ഞാൻ ആ ഒരു കാര്യത്തിൻ്റെ പിറകിലായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ വരുണിനോട് പറഞ്ഞു രാധികയുടെ കൂടെ അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ രാധിക ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും എല്ലാം നഷ്ടപ്പെട്ട് തളർന്നിരിക്കുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവളുടെ ആ ഒരു സങ്കടങ്ങളൊക്കെ ഈ ആരതിനോട് അങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ ആരതി പറയുന്നുണ്ട്, രാധികയെ ഞാൻ നിന്നോടൊരു കാര്യം പറയാം, എന്തായാലും ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് ചെയ്ത് രക്ഷപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് തന്നെ സോൾവ് ചെയ്യാം, അതുകൊണ്ട് ഞാൻ ഈ ഓഫർ ചെയ്ത പൈസ നീ സ്വീകരിക്കണം, എന്തായാലും വരുണ് സ്വീകരിക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞതുകൊണ്ട് നീ അവനറിയാതെ ഈ പൈസ നീ സ്വീകരിക്കണം എന്നുള്ള കാര്യം അവളോട് അങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇല്ല ആരതി, കാരണം വരുണ്
അത് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞൊരു കാര്യം അവനറിയാതെ ഞാൻ അങ്ങനെ സ്വീകരിക്കില്ല, അവനറിയാത്ത ഒരു കാര്യം ഞാൻ ചെയ്യില്ല, അതുകൊണ്ട് അതെനിക്ക് വേണ്ട എന്നുള്ളൊരു കാര്യം അവളോട് അങ്ങ് പറയുന്നുണ്ട്. എന്നിട്ട് അവളോട് പറയുന്നുണ്ട്, എനിക്ക് പക്ഷേ നീ എന്തെങ്കിലുമൊക്കെ ഒരു സഹായം ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ അമ്മനെ ഒന്ന് തിരിച്ചു തരാനൊന്ന് സഹായിക്കുമോ, എൻ്റെ അമ്മനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് മുന്നിൽ എത്തിച്ചു തന്നാൽ അതായിരിക്കും ഈ ആരതി ചെയ്യുന്ന ഏറ്റവും വലിയ സഹായം എന്ന് ഇവളങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ രാധികനോട് ആരതി പറയുന്നുണ്ട്, ഞാനെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ തളർന്നിരുന്ന സമയത്ത് എൻ്റെ അമ്മയും ഞാനും തെരുവിലായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് രക്ഷകരായിരിക്കും വന്നിരിക്കുന്നത് ഈ ചെറിയച്ഛനും ചെറിയമ്മയും മാത്രമായിരുന്നു. അപ്പോൾ ആ ഒരു നന്ദി എന്തായാലും എൻ്റെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ചെറിയമ്മനെ കണ്ടെത്താനുള്ള എല്ലാ സഹായങ്ങളും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. എന്തായാലും പോലീസുകാരുടെ ഭാഗത്തു നിന്ന് ഒരു തെളിവ് അവർക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ എൻ്റെ ഒരു ഭാഗത്തിലൂടെ അങ്ങ് അന്വേഷണം തുടങ്ങുകയാണ്. ഞാൻ അപ്പം തന്നെ എൻ്റെ ടീമിലുള്ള ഒരുപാട് ആളുകളോടൊക്കെ അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ പിറകെ തന്നെ ആയിരിക്കും ഇനി ഞാൻ ശ്യാമനെ കൊണ്ട് നിൻ്റെ മുന്നിൽ എത്തിച്ചിരിക്കും എന്നുള്ള കാര്യം ഈ ആരതിയും കൂടിയിട്ട് അവൾക്ക് അങ്ങ് ഉറപ്പ് കൊടുക്കുകയാണ്. പിന്നെ എപ്പിസോഡ് എന്തായാലും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ ഈ കണിമംഗലത്ത് നമ്മുടെ പത്മിനെ കൊണ്ട് ഈ ഉർവശിയും കൽപ്പനയും കൂടിയൊക്കെ നന്നായിട്ട് ജോലിയൊക്കെ എടുപ്പിക്കുന്ന കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ ഉർവശിയുടെ കയ്യിൽ ഒരു ഗോൾഡിൻ്റെ ഒരു വളയൊക്കെ കണ്ടിട്ട് ഈ കൽപ്പന ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അല്ല ഇത് ആര് വാങ്ങി തന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് ചന്ദ്രേട്ടൻ വാങ്ങി തന്നതാണ് എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. ആ സമയത്ത് എന്തായാലും സൂര്യ അങ്ങോട്ട് വന്നിട്ട് ഇവരോട് അങ്ങ് ഷൗട്ട് ചെയ്യുന്നുണ്ട്, എൻ്റെ അമ്മനെ ഇവിടെ പണിയെടുപ്പിക്കാനുള്ളതല്ല, ഇതെൻ്റെ അമ്മയാണ്, എൻ്റെ അമ്മനെ ഇവിടെ പണിയെടുപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നുള്ള കാര്യം സൂര്യ അങ്ങ് സ്ട്രോങ് ആയിട്ട് പറയാണ്. അപ്പോൾ ഈ ഉർവശി പറയുന്നുണ്ട്, ഈ കണിമംഗലത്തിൻ്റെ അവകാശി എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവ് ചന്ദ്രശേഖരനാണ്, അദ്ദേഹം പറഞ്ഞതാണ് ഈ ഒരു ജോലി എന്ന് പറയുന്നത്, അതുകൊണ്ട് ഇത് ഇവിടെ ചെയ്തിരിക്കണം എന്നുള്ളൊരു വാശിയൊക്കെ എന്തായാലും ഉർവശി അങ്ങോട്ട് പറയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ ഇനി എന്തൊക്കെ സംഭവിക്കുക എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ ഓൾ.